യാത്രയിലുണ്ടാകുന്ന ഛർദിക്ക് നല്ലത് ചുക്ക്, ഗ്രാമ്പ്, തുളസി, ഏലക്കാപ്പൊടി. ഉത്തരം ഏലക്കാപ്പൊടി. ഏലക്കാപ്പൊടി അല്പം ശർക്കര ചേർത്ത് കഴിക്കുന്നത് യാത്രയിലുണ്ടാകുന്ന ഛർദി ഒഴിവാക്കാൻ സഹായിക്കുന്നു. ക്ഷീണത്തെ ചെറുക്കാൻ ഉത്തമം ബനാന മിൽക്ക് ഷേക്ക്, കരിമ്പിൻ ജ്യൂസ്, ആപ്പിൾ ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസ്. ഉത്തരം ബനാന മിൽക്ക് ഷേക്ക്. ക്ഷീണത്തെ ചെറുക്കാനും ശരീരത്തിന് പെട്ടെന്ന് ഊർജം ലഭിക്കുവാനും ബനാന മിൽക്ക് ഷേക്ക് നല്ലതാണ്. ഇതിൽ ഉയർന്ന പോഷക മൂല്യമുണ്ട്. ഇത് ശരീരം തണുപ്പിക്കുകയും പോഷകങ്ങളെ പുനരുജ്ജീവിപ്പിക്കുകയും മാനസിക സമ്മർദ്ദം ലഘൂകരിച്ച് മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്യുന്നു. കുട്ടികളിലെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ഉത്തമം ഉണക്കമുന്തിരി, നിലക്കടല, കശുവണ്ടി, ബദാം. ഉത്തരം കശുവണ്ടി. പഠനത്തിൽ മന്ദതയുള്ള കുട്ടികൾക്ക് ഇത് പ്രയോജനം ചെയ്യുന്നു. കശുവണ്ടി പരിപ്പ് നെയ്യിൽ വറുത്തെടുത്ത് ഇത് നന്നായി പൊടിച്ച് അല്പം തേനോ ശർക്കരയോ ചേർത്ത് കഴിക്കുക. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഗ്രാമ്പു, പുതിനയില, കായം, കാഞ്ചനാരം. ഉത്തരം പുതിനയില. ദഹന എൻസൈമുകളെ ഉത്തേജിപ്പിക്കാനും ദഹനപ്രക്രിയ വേഗത്തിലാക്കാനും പുതിനയില സഹായിക്കുന്നു. ഇത് ഗ്യാസ്, ദഹനക്കേട്, വയറുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. വാർദ്ധക്യത്തിലെ ക്ഷീണത്തിന് ഉത്തമം അമുക്കുരം, ഏലയ്ക്ക, ഗ്രാമ്പ്, ജാതിക്ക. ഉത്തരം അമുക്കുരം. അമുക്കുരം ഹൃദയത്തെയും നാഡികളെയും തലച്ചോറിനെയും ഉത്തേജിപ്പിക്കുന്നു. ഇത് രോഗാണുക്കളെയും നശിപ്പിക്കുന്നു. അമുക്കുരത്തിന് ശരീരത്തിലെ നീരും വേദനയും അകറ്റുവാനുള്ള ഗുണമുണ്ട്. സന്ധിവാതം തുടങ്ങിയ വയോജന പ്രശ്നങ്ങൾ അകറ്റാൻ ഇത് ഉപയോഗപ്രദമാണ്. ആരോഗ്യകരമായ ശരീരം ഭാരം വർദ്ധിപ്പിക്കാൻ ഉത്തമം ഇരട്ടി മധുരം, ചുവന്നുള്ളി, കശുവണ്ടി, കീഴാർനെല്ലി. ഉത്തരം കശുവണ്ടി. 50 ഗ്രാം കശുവണ്ടി പരിപ്പും 100 ഗ്രാം വറുത്ത നിലക്കടലയും നന്നായി പൊടിച്ചെടുക്കുക. ദിവസവും രാവിലെ ഇത് 10 to 15 ഗ്രാം അളവിൽ പാലിനൊപ്പം കഴിച്ചാൽ 20 ദിവസത്തിനുള്ളിൽ ശരീരഭാരം ഗണ്യമായി വർദ്ധിക്കും. അമിതവണ്ണം, കൊളസ്ട്രോൾ, പ്രമേഹം എന്നിവ ശമിപ്പിക്കാൻ നല്ലത് ഫ്ലാക്സീഡ്, ഗ്രാമ്പു, ഉലുവ, ജീരകം. ഉത്തരം ഫ്ലാക്സീഡ്. ഉയർന്ന കൊളസ്ട്രോൾ, രക്തത്തിലെ അമിത പഞ്ചസാര തുടങ്ങിയവയ്ക്ക് ഏറ്റവും നല്ലതാണ് ഫ്ലാക്സീഡ്. ഇത് രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെ നീക്കം ചെയ്യുന്നു. ഇതിൽ പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ ഞരമ്പുകളെ ശക്തിപ്പെടുത്തുന്നതിനും പേശികളുടെ പോഷണത്തിനും സഹായിക്കുന്നു. കരൾ രോഗങ്ങൾക്കുള്ള ആയുർവേദ പ്രതിവിധി കറിവേപ്പില, വേപ്പില, ബ്രഹ്മിനീര്, കീഴാർനെല്ലി. ഉത്തരം കീഴാർനെല്ലി. മഞ്ഞപ്പിത്തത്തിനുള്ള പരമ്പരാഗത ആയുർവേദ പച്ചമരുന്നാണ് കീഴാർനെല്ലി. ഇത് കരൾ എൻസൈമുകളെ സാധാരണ നിലയിലാക്കാൻ സഹായിക്കുന്നു. കരളിലെ അണുബാധയെ ചെറുക്കാനും സഹായകരമാണ്. തിളങ്ങുന്ന മുഖത്തിനുത്തമം ബദാം, ഗ്രാമ്പ്, ഏലയ്ക്ക, ജീരകം. ഉത്തരം ബദാം. ബദാം പൊടി അല്പം പാലിലോ വെള്ളത്തിലോ ചേർത്ത് പേസ്റ്റാക്കി ഇത് ഫേസ് സ്ക്രബായി ഉപയോഗിക്കാം. മുഖത്തെ മൃതകോശങ്ങൾ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. ഇത് മുഖത്തിന് നല്ല തിളക്കം നൽകുന്നു. മുടി വളർച്ചയ്ക്ക് നല്ലത് വെളിച്ചെണ്ണ, നല്ലെണ്ണ, എള്ളെണ്ണ, ബദാം ഓയിൽ. ഉത്തരം ബദാം ഓയിൽ. ശുദ്ധമായ ബദാം എണ്ണ തലയിൽ പുരട്ടുന്നത് കട്ടിയുള്ളതും ആരോഗ്യമുള്ളതുമായ മുടി ലഭിക്കാൻ സഹായിക്കുന്നു. ഇത് മുടി കൊഴിച്ചിൽ തടയുകയും ചെയ്യുന്നു.